പരസ്യപ്രചരണത്തിന്റെ അവസാന ദിവസം എത്തിച്ചേരുന്നത് മാത്യു കുഴൽനാടന്റെ ആരോപണത്തിലാണ്. അത് പ്രളയം ഈ പറഞ്ഞ അഴിമതിക്കായി ഉദ്യോഗസ്ഥരെയൊക്കെ താല്പര്യത്തോടെ ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് ആരോപണം. കേവലം ആരോപണം മാത്രമായിരുന്നില്ല. ജലസേചന മന്ത്രിയായിരുന്നു മാത്യു അന്ന് മന്ത്രിയുടെ ഈ പറയുന്ന ശബ്ദമടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം. പക്ഷേ ആരോപണങ്ങൾ തള്ളുകയാണ് മാത്യു ടി തോമസ്. നിയമസഭയിൽ വിഷയം ചർച്ച ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഇത് ഉന്നയിച്ചില്ല എന്നാണ് മാത്യു ടി തോമസ് ചോദിക്കുന്നത്. തിരുവല്ലയിലെ LDF സ്ഥാനാർത്ഥി മാത്യു ടി തോമസിന്റെ പ്രചരണം പുരോഗമിക്കുകയാണ്. അവസാന മണിക്കൂറുകളിലാണ് മാത്യു ടി തോമസ് 24 ചേരുകയാണ്. പ്രചരണം അവസാന ലാപ്പിലേക്ക് എത്തി. ഈ ഒരു സമയത്താണ് മാത്യു കുഴൽനാടന്റെ ഒരു വിവരം പുറത്തു വരുന്നത്. ഈ തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്യു ടിക്ക് അടക്കം പങ്കുണ്ട്. അത് കരിമണൽ ലോബിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ്? അത് മാത്യു കുഴൽനാടൻ തന്നെ ആയത് നന്നായി. അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയ്ക്ക് സുപ്രീം കോടതി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. തോട്ടപ്പള്ളി കരിമണലുണ്ടെന്ന് ഞാൻ ആദ്യം കേൾക്കുക. മണ്ണുണ്ടായിരുന്നു. തോട്ടപ്പള്ളി സ്പിൽവേ വെള്ളപ്പൊക്കത്തിന് മുമ്പേ തന്നെ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു എൻ്റെ എല്ലാ ഷട്ടറുകളും. 64 ഷട്ടർ അങ്ങനെ അതിൻ്റെ ഓർമ്മ, അതോ 48 ഞാൻ മറന്നുപോയി. അത് പുതുതായി പണിതുകൊണ്ടിരിക്കുന്ന ഷട്ടർ തുറക്കാൻ ഇലക്ട്രിക് കണക്ഷൻ ഇല്ലാഞ്ഞുകൊണ്ട് ജനറേറ്റർ കൊണ്ട് വെച്ച് അത് ഉയർത്തി വെച്ചിരിക്കുകയാണ്. വെള്ളം ഒഴുകി പോകുമായിരുന്നില്ല, കാരണം അപ്പുറത്തെ വെള്ളത്തിന്റെ നിരപ്പ് ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് താണുന്നാലല്ലേ വെള്ളം പോകുള്ളൂ. ഒഴുക്ക് കുറവായിരുന്നു. പക്ഷെ എല്ലാ ഷട്ടറും തുറന്നു വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് പറയുന്നൊരു കാര്യം, മാത്യു ടി തോമസിനടക്കം കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. അപ്പോൾ ഇത് അവർക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ പണം ഉണ്ടാക്കാൻ വേണ്ടി അതിന് മാത്യു ടി തോമസ് മന്ത്രിയായിരിക്കെ ഒത്തുകളിച്ചു എന്നുള്ളതാണ്. അത് നിയമസഭയിലൊക്കെ ഉന്നയിക്കാൻ എത്രയും അവസരങ്ങളുണ്ട്. 8 കൊല്ലത്തിനിടയിൽ 8 കൊല്ലം കഴിഞ്ഞല്ലോ. 8 കൊല്ലത്തിനിടയിൽ ഒരിക്കലെങ്കിലും ഒരു രേഖാമൂലം എഴുതി മാറ്റി കൊണ്ടാണ് നിയമസഭയെ പറയാൻ വയ്യായിരുന്നു. ഞാൻ മറുപടി പറഞ്ഞേ, കൃത്യമായി വെള്ളപ്പൊക്കം ഉണ്ടായത് അതിതീവ്ര മഴ കൊണ്ടാണെന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷനും അതുപോലെ ചെന്നൈ IITയും ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമാണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇനി ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം കൊണ്ടുവന്ന് ഒരു നനഞ്ഞ ഭൂമി പൊട്ടിക്കേണ്ട ഒരു കാര്യമില്ല. പ്രളയം മനുഷ്യനിർമ്മിതം എന്നുള്ള ഒരു ആരോപണമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരു വലിയ സാമ്പത്തിക ക്രമക്കേടിന്റെ ആരോപണം കൂടിയാണ് ഉന്നയിക്കുന്നത്. അത് തീർത്തും ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് കാണാൻ കഴിയുമോ? ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ആകുമ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്ന് വ്യക്തമല്ലേ? ഇത് ഉന്നയിക്കാൻ എത്രയോ അവസരം ഉണ്ടായിരുന്നു. എന്താ ഉന്നയിക്കാഞ്ഞ്? അത് ഉന്നയിച്ചാൽ നിലനിൽപ്പുണ്ടാവില്ല, ക്ലച്ച് പിടിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ ഉന്നയിക്കാതെ. കെ കൃഷ്ണൻകുട്ടിയുടെ ആ ശബ്ദ സന്ദേശത്തിലടക്കം അങ്ങയുടെ പേര് കൂടി വരുന്നുണ്ടല്ലോ. അത് കെ കൃഷ്ണൻകുട്ടി പറയും, മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു. അതെ, AI ആണ് അതുകൂടി ശാസ്ത്രീയ പരിശോധിക്കണം പറഞ്ഞേക്കുന്നത്. അദ്ദേഹം പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു പ്രതീക്ഷ എന്താ? ഈ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടോ? നല്ല അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അനുകൂലമാണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ വ്യാജ വാർത്തകളും ഈ 8 വർഷം ഉപയോഗിക്കാതിരുന്ന കാര്യം, പറയാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ തുടങ്ങിയിരിക്കും. വളരെ അനുകൂലമാണ് കാലാവസ്ഥ. തിരുവല്ലയിൽ ഒരു ത്രികോണ മത്സരമുണ്ട്. അവിടെ പക്ഷേ മാത്യു ടി തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്ന് NDA സ്ഥാനാർത്ഥി പറയുന്നുണ്ട്. UDF ആണെങ്കിൽ പറയുന്നത് ഞങ്ങൾ ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നാണ്. മാത്യു ടി വിരുദ്ധ വികാരം തിരുവല്ലയിൽ ഉണ്ടെന്നാണ് എതിർ ക്യാമ്പുകളുടെ പ്രചരണം. അത് അദ്ദേഹത്തിന് പറയാം, കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി മാത്രം വന്ന ആളാണല്ലോ. തിരുവല്ലയിൽ കഴിഞ്ഞ നാളുകളുണ്ടായ മാറ്റങ്ങൾ അറിയാൻ വയ്യാത്ത ഒരാളായതുകൊണ്ട് പറഞ്ഞു പോകുന്ന ക്ഷമിക്കുകയല്ലാതെ വേറെ മാർഗം. വലിയ ആത്മവിശ്വാസത്തിലാണ്, അവസാന മണിക്കൂറുകളിലാണ്. നല്ല ആത്മവിശ്വാസം. അപ്പോൾ എന്തായാലും തിരുവല്ലയിലെ LDF സ്ഥാനാർത്ഥി മാത്യു ടി തോമസ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ ഈ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ഈ ആരോപണം അടക്കം അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അല്ലാതെ ഒരു തരത്തിലും അതുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു അറിവുമില്ല, തോട്ടപ്പള്ളിയിൽ കരിമണൽ ഉണ്ട് എന്നുള്ള കാര്യം പോലും താൻ ഇപ്പോഴാണ് അറിയുന്നത് എന്നുള്ളൊരു പ്രതികരണമാണ് മാത്യു ടി തോമസ് നടത്തുന്നത്. ഒപ്പം തന്നെ ഈ മണ്ഡലം ഇത്തവണ നിലനിർത്തും എന്നുള്ള ആത്മവിശ്വാസം കൂടി മാത്യു ടി തോമസ് 24 പങ്കുവെക്കുന്നുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.